ഹലോ ഹലോ വന്നേ ഹലോ ഹലോ കുറച്ച് ദിവസമായി ഇപ്പൊ ഇതുപോലെ വീഡിയോ എടുത്തിട്ട് എല്ലാം ഇപ്പൊ എളുപ്പപ്പണി പോലെ എന്തെങ്കിലും ഒരു റീല് ചെയ്യലൊക്കെയാ. എന്താ പറയാ, കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീട്ടില്. അപ്പൊ പണി ചെയ്തൊന്നും ഞാനല്ലെന്നുണ്ടെങ്കിലും ഭയങ്കര പൊടിയായിരുന്നു. ഈ ടൈലിന്റെ ഇത് പീസ് മുറിക്കുന്നതിന്റെ ഒക്കെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റണ്ടായില്ല. അപ്പൊ അതൊക്കെ ഒരുവിധം ഒതുങ്ങി, ഫുൾ പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പൊ ഞാൻ കാണിച്ചു തരാട്ടോ നമ്മുടെ പുതിയ ഗാർഡന്റെ പുതിയ രൂപം ഞാൻ നിങ്ങളെ കാണിച്ചു തരാട്ടോ. അപ്പൊ ഇപ്പൊ 3 മണിയായി. അപ്പൊ കണ്ണെന്ന് വെച്ചും വരാറായി. അപ്പൊ വേഗം അവർക്ക് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാന്ന് വെച്ച് പായസം ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മറ്റേതും കാണാം. അപ്പൊ പായസം ഉണ്ടാക്കാം. പായസം വേണോ? പായസം വേണോ? പായസം വേണോ? വേണോ? വേണ്ടേ? ഉണ്ടാക്കട്ടാ. ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് വെച്ച് വേഗം വേഗം പരിപാടി ചെയ്യാട്ടോ. കാരണം അവര് വരുമ്പോഴേക്കും പായസം ആവും. വന്നാലും അതിന്റെ ചൂടൊന്നും ആറിക്കോട്ടെ എന്ന് വെച്ചിട്ട് വേഗം ചെയ്യാണേ. അപ്പൊ ഒരടുപ്പിൽ പാലൊഴിക്കണം. അപ്പൊ പാലൊഴിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ അപ്പുറത്ത് സേമിയ ഒന്ന് വറുക്കാൻ വെക്കേണ്ടി. ഞാൻ വറുത്ത സേമിയ അല്ല ഇവിടെ മേടിച്ചേക്കണത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചൂടാക്കിയാൽ മതിയോ, അത് വേഗം അത് വറുത്ത് വന്നോളും. എന്നിട്ട് അപ്പൊ ഇപ്പൊ ഈ സേമിയ വറുക്കണ നേരം കൊണ്ട് അപ്പൊ നമ്മൾ പാലും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ പാലും ആയിക്കോളും. അപ്പൊ വേഗം വേഗം നമ്മുടെ പരിപാടി വേഗം വേഗം നടക്കും. എന്റെ ഹെൽപ്പർ എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വേഗം സ്ലാബുമ്പോ കയറ്റിയെടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ എടുക്കാൻ പറഞ്ഞ് വാശി പിടിക്കും. അവിടെ അങ്ങനെ സേമിയ ഒരുവിധം കളറ് മാറിയപ്പോ പാലും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഒന്ന് ഇളക്കിയിട്ട് മധുരം പാകത്തിന് നോക്കാട്ടോ. അളവൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. പായസത്തിന് ഇത്തിരി മധുരം കൂടുതലാണല്ലോ. അപ്പൊ അതിന് പാകം നോക്കിയിട്ട് മധുരം ഇടാം. മധുരം കുറവ് മധുരത്തിൽ കുറച്ചിടാം. ഈ പഞ്ചസാര ഇട്ടിട്ട് കഴുകി വെച്ചേക്കണ സേമിയയും കൂടി എനിക്ക് ഇടാട്ടോ. അപ്പൊ ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ചായിക്കോളും. ഞാനിത് ചെറിയ അടുപ്പിലേക്ക് വെച്ചു, സിമ്മിലിട്ടു. അപ്പൊ പിന്നെ ഇനിയിപ്പോ അടി പിടിക്കില്ല. ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് നോക്കാം. അങ്ങനത്തെ രാവിലെ തന്നെ ചെടിയൊക്കെ ഒന്ന് നനയ്ക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പൊ ചെടിയുടെ ഇല വരെ കഴുകാണ്. മൊത്തം നിറച്ച് പൊടി പിടിച്ചൊക്കെയായിരുന്നു. അപ്പൊ പിള്ളേരുള്ളതെന്ന് വെച്ച് മൊത്തം ഒന്ന് ക്ലീൻ ആക്കായിരുന്നു. കുറച്ച് ക്ലീനിങ്ങും ബാക്കിയുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റാനൊക്കെ ഉണ്ട്. എന്നാലും എന്താ ഇങ്ങനെ ഇതുപോലെ കട്ടയൊക്കെ ഇട്ട് ഒക്കെ വെട്ടി നിർത്തി. ഞാൻ ഇതിനൊക്കെ ഈ പറഞ്ഞ കുളിപ്പിക്കണ പോലെ മൂളിന്നേ വെള്ളം അടിച്ച് മൊത്തം കഴുകിട്ടോ. കാരണം എല്ലാ ഇലയമ്മ വരെ നിറച്ച് പൊടിയായിരുന്നു. എന്താ പറയാ, വൃത്തിയായി കുറച്ചുകൂടെ. എന്നാലും ചെടികൾ കുറെയൊക്കെ പോയി. ഇനി ഇതൊന്നും പെട്ടെന്ന് സമ്മതിച്ചില്ല കേട്ടോ. ഇന്ന് എന്നൊന്നും പറഞ്ഞാൽ നിറച്ച് പോകുന്നുണ്ടാവുന്നത്. ഈ ഒന്ന് പോകുന്നില്ലേ, അത് പേടിച്ചു വരുന്നതാണ്. ഇന്ന് പോകുന്നില്ലേ, അല്ലെങ്കിൽ എല്ലാ ദിവസവും പോകുന്നുണ്ടാവുന്നതാ. അപ്പൊ ഇതിങ്ങനെ ഇതാ മാവ്, പ്ലാവ്, ചക്ക. ഇത് ഈ ചക്കയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഈ പ്ലാവ് വെച്ച സമയത്തുണ്ടല്ലോ നമുക്ക് ചക്ക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിപ്പമല്ലേ, അത് വെട്ടാനൊക്കെ ഭയങ്കര പാടല്ലേ. അപ്പൊ ഞാനിതുപോലെ അച്ഛനോട് ഈശ്വര വരുവാ ഇങ്ങോട്ട് വാ. അപ്പൊ ഞാനീ പ്ലാവ് തൈ വെച്ചപ്പോ പറഞ്ഞേ ചക്ക വെട്ടാൻ ഭയങ്കര പാടാ, ചെറിയ ചക്കയായാൽ മതിയായിരുന്നു പറഞ്ഞു. പക്ഷെ ആ പ്രാർത്ഥന ചെയ്യുമ്പോൾ ശരിക്കും ഞങ്ങൾ കേട്ടു തോന്നുന്നു. കാരണം എന്തൊക്കെ ഒക്കെ ഒരു കൊപ്പക്കയുടെ അത്രയും വലുപ്പമുള്ളൂ ചക്ക എന്ന് പറയാൻ. ചക്കയുടെ ഷേപ്പ് മാത്രമേ ഉള്ളൂ, വലുപ്പമില്ല.
എന്നാലും എണ്ണം കൂടുതലുണ്ടാവും കേട്ടോ. പിന്നെ നമുക്കത് മതി. പിന്നെ ഇവർക്കൊക്കെ പഴുത്തതോ ഇഷ്ടം, കറി വെക്കണതൊന്നും ഇഷ്ടമല്ല. പഴുത്തതാകുമ്പോ അത് മതി. വാ വാ വാ. അപ്പൊ ഇപ്പൊ ഇത്രയാണ്. ഇനി ഇതിന് കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരാനുണ്ട്. ആഴ്ചയിൽ കുറെ പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇനിയിപ്പോ പായസം വരുന്നു നോക്കാം. അങ്ങനെ പുറത്ത് പോയി തിരിച്ചു വന്നപ്പോൾ പായസം വലിയ പ്രശ്നമൊന്നുമില്ല, തളച്ചിട്ടും കൂടി ഇല്ല. അപ്പൊ ഞാൻ അതിനടുത്ത് ടൈമൊന്ന് കൂട്ടി വെക്കാട്ടോ. അപ്പൊ നിനക്ക് വേഗം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ പുറത്തേക്കൊക്കെ പോയി വരുമ്പോഴേക്കും തളച്ചു പോയാലോ എന്ന് പേടിച്ച് ചെറിയ തീര് വെച്ചത്. അപ്പൊ നല്ലോണം തളച്ചു വന്നു. അപ്പൊ സേമിയോ ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഇട്ടാണ് സേമിയോ നല്ലോണം വെന്തിട്ടുണ്ടാവും കേട്ടോ. വലിയ പണിയൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സേമിയ പായസം. അപ്പൊ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പിന്നെ നെയ്യിൽ കുറച്ച് മുന്തിരിയും കൂടെ വറുത്തിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ അത് ഉപയോഗിക്കാനില്ല. ഇട്ടാലും പിന്നെ ഞാനത് എടുത്ത് കളയേണ്ടി വരും. അപ്പൊ അത് കാരണം കൊണ്ട് അണ്ടിപ്പരിപ്പ് ഞാൻ നെയ്യിൽ വറുക്കണില്ല. ഉണക്കമുന്തിരി മാത്രം വറുത്തിരുന്നുള്ളൂ. അപ്പൊ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. നല്ലോണം ഒന്ന് തളച്ചാൽ തന്നെ മതി. ഇതൊന്ന് പായസത്തില് സേമിയൊക്കെ വെന്തോളൂ. അപ്പൊ എന്റെ ഹെൽപ്പർ ആണെങ്കിൽ എനിക്ക് അതിന്റെ ഇടയിൽ കൂടെ ഓരോരോ പണികൾ ഇങ്ങനെ തന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏലക്ക ഉണ്ടല്ലോ, ഏലക്ക 3-4 ഏലക്കയും കൂടെ പൊടിച്ചിടാൻ പോകട്ടോ. അപ്പൊ പൊടിക്കുമ്പോ നമ്മൾ ഈ ഏലക്കയുടെ തൊണ്ട് വന്നിട്ട് ഇതിന്റെ ഉള്ളിലത്തത് മാത്രം മിക്സിയുടെ ചെറിയ കുഞ്ഞു ജാറിലിട്ടിട്ട് ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടൊന്ന് രണ്ടടി അടിച്ചു കഴിഞ്ഞാൽ നല്ലോണം പൗഡറായിട്ട് കിട്ടും കേട്ടോ. അല്ലാണ്ട് നമ്മൾ പൊടിച്ചിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, ഇതിങ്ങനെ കടിക്കേണ്ട ആർക്കും ഇഷ്ടമല്ല. അപ്പൊ ഇതൊന്ന് പൊടിച്ച് നല്ലോണം ഒന്ന് പൗഡർ ആക്കിയിട്ട് ഇതിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അധികം നേരം പിന്നെ തിളപ്പിക്കണില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മണമൊക്കെ പുറത്തു പോകും. അപ്പൊ നമ്മുടെ പായസം റെഡി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനി അങ്ങോട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.